പ്രിയപ്പെട്ടവരെ, ഈ പ്രോജക്റ്റിന് വിളക്ക് കൊളുത്തി എന്നുള്ളതിൻ്റെ ഒരു ശിക്ഷയായിട്ടാണോ എന്നെ വീണ്ടും വിളിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വിളക്ക് കൊളുത്തി എന്നുള്ളതൊരു സത്യമാണ്. ഒരാഴ്ചക്ക് മുമ്പ് എൻ്റെ പ്രവർത്തകർ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ പുരോഗതിയെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ സിനിമയുടെ എല്ലാ ഘട്ടങ്ങളെയും കടന്നുകൊണ്ട് അത് പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സത്യത്തിൽ ഇങ്ങനെ സാധാരണ ഷൂട്ടിങ് കഴിയുമ്പോൾ എൻ്റെ അപ്പോൾ നിലവിലുള്ള നടികളന്മാരെയും ടെക്നീഷ്യൻസിനെയൊക്കെ വെച്ചുകൊണ്ട് ചില പരിപാടികൾ നടത്താറുണ്ട്. അതൊരു 10-50 പരിപാടികൾക്ക് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി എൻ്റെ കലാജീവിതത്തിൽ, സിനിമാ ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് തന്നെ പറയട്ടെ. അതിന് സന്തോഷമുണ്ട്. ഇതുമായിട്ട് സഹകരിച്ച ആളുകളെല്ലാം ഇവിടെ ഒന്നിച്ച് കാണാൻ കഴിഞ്ഞാലും അവരുടെ സ്നേഹം പങ്കുവയ്ക്കുന്നതിലും ഇങ്ങനെയൊരു പരിപാടി ആസൂത്രണം ചെയ്തതിൻ്റെ മുഖ്യ സംഘാടകർ പ്രകടിപ്പിച്ച ആ സ്നേഹവാത്സല്യങ്ങൾക്ക് ഞാൻ ആദ്യമേ നന്ദി പറയട്ടെ. ഞാൻ ഇന്ന് വളരെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഒരു പറവൂര് ഒരു ഡോക്യുമെൻ്ററിയുടെ ആദ്യ പ്രദർശനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 2 ദിവസമായിട്ട് ഒരു പുതിയ സിനിമയുടെ പ്രോജക്റ്റുമായിട്ട്, അത് എലന്തൂർ വിജയകുമാർ എന്ന് പറയുന്ന ഒരാൾ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയുടെ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങളതിൻ്റെ ഒരു താരങ്ങളുടെ വേട്ടയാണ്. മെയിനായിട്ടുള്ളൊരു നടി എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് അനുരാഗം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ഗോപികയും, പിന്നെ അവളുടെ പിതാവായിട്ട് അഭിനയിക്കുന്ന ഇന്ദ്രൻസുമാണ് മെയിൻ കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നത്. മറ്റുള്ള ആളുകളെ ഒന്നും ഇതുവരെ തപ്പി കിട്ടിയിട്ടില്ല. നമുക്ക് അനുയോജ്യരായ കഥാപാത്രങ്ങൾ കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഒരു നായക നടനെ കണ്ടുപിടിക്കാനുള്ള പുതിയൊരാളെ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു തിരക്കിലാണ് ഞങ്ങൾ. ഏതായാലും പരിപാടിക്ക് വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും തീരാനുള്ള പരിപാടികളെല്ലാം മുന്നോട്ട് പോയി ഈ ചിത്രം എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാൻ കഴിയട്ടെ, സെൻസർ ചെയ്യാൻ കഴിയട്ടെ, അങ്ങനെ ശ്രദ്ധേയമായൊരു സിനിമയായിട്ട് ഇത് മാറട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. മറ്റൊന്നും എനിക്ക് പറയാനില്ല. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട മോഹനൻ ചേട്ടൻ, ശ്രീ ചുക്ലി, എൻ്റെ ഒരു പരിപാടിക്ക് അദ്ദേഹം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. ശ്രീമൂല തിരുവേരാണിക്കുളത്ത് വെച്ചിട്ട് ഞങ്ങളുടെ പാട്ടുകാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഏതായാലും മനുവിൻ്റെ ഈ സംരംഭം ഇതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ ഒരു ടെലിഫിലിമിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ. ഒരു കൂട്ടായ്മയിൽ കൂടി ഒരു സിനിമയുടെ അടുത്ത് എത്തി, സിനിമയുടെ അടുത്തല്ല സിനിമയിലേക്ക് എത്തിയ ഒരു വലിയ മനുഷ്യൻ തന്നെയാണ് തീർച്ചയായിട്ടും മനു. മനുവിൻ്റെ ഒരു ടെലിഫിലിമിൽ എൻ്റെ മകൾ അഭിനയിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ആൽബത്തിൽ ഞാൻ സംഗീതം ചെയ്ത് ഒരു ആൽബവും എനിക്ക് അദ്ദേഹത്തിൻ്റെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മനുവിൻ്റെ കൂട്ടായ്മയാണ് ഇത്രത്തോളം ഈ രീതിയിലേക്ക് എത്തിയത് എന്ന് എനിക്ക് നന്നായി അറിയാം. ഇന്ന് ഇത്രത്തോളം ഇവിടെ എത്തി ഈ ഇത്രയും നല്ലൊരു വേദിയും ഇത്രയും സദസ്സും നല്ലൊരു ഈ സിനിമയുടെ പ്രമോഷൻ വരെ എത്തിയതിൽ വളരെ സന്തോഷം. അവിശ്രാന്ത പരിശ്രമം തന്നെയാണ് ഏതായാലും മനുവിന് ഇതിവിടെ വരെ എത്താനായിട്ട് സാധിച്ചത്. ഏതായാലും എല്ലാ ആശംസകളും നേരുന്നു മനുവിനും മനുവിൻ്റെ കൂട്ടുകാർക്കും. പാട്ട് ഞാൻ പാടാം. അടുത്ത കഴിഞ്ഞോട്ടെ, ആശംസകൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാടാം.